UDFിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അവ്യക്തത തുടരുന്നു. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഘടകകക്ഷികൾ സീറ്റുകൾ സംബന്ധിച്ച ധാരണകൾ മറ്റു നേതാക്കൾ പരസ്യമാക്കുന്നുമുണ്ട്. പാർട്ടിയിലെ സീറ്റ് ചർച്ച സജീവമായെന്ന് KPCC പ്രസിഡന്റും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിന്റെയോ UDFിന്റെയോ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. സീറ്റ് വിഭജനത്തിന് വേണ്ടിയുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ മാസം അവസാനം നിശ്ചയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം നടത്താനാണ് മുന്നണിയിലെ ധാരണ. എന്നാൽ ഘടകകക്ഷികളുടെ സീറ്റുകൾ സംബന്ധിച്ച നിലപാട് പരസ്യമായി കഴിഞ്ഞു. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം RSP പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്ന് ഉമ്മൻചാണ്ടി ഇന്ന് വ്യക്തമാക്കി. കേരള കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് കോട്ടയം, അത് കേരള കോൺഗ്രസിന് തന്നെ. സീറ്റ് ധാരണയായെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് നേതൃത്വവും തള്ളി. മുല്ലപ്പള്ളി അത് പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുമായി ഡിസ്കഷൻ നടന്നിട്ടില്ല. ഘടകകക്ഷികൾ ഡിസ്കഷൻ നടന്നാലല്ലേ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റും. ഇതിനെ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് ഉണ്ടാകില്ലെന്ന സൂചന KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ നൽകി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് സീറ്റുകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുക എന്നതാണ് KPCCയുടെ തീരുമാനം. അതിനകത്തൊരു വ്യതിയാനം വരുത്താനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഇല്ല. ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും പാർട്ടി മുന്നണി നേതാക്കൾക്കിടയിൽ അനൌദ്യോഗിക ചർച്ചകൾ സജീവമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് നേതാക്കളുടെ പ്രസ്താവനകൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.